അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മുസ്ലിം ലോകം വളരെ ചർച്ച ചെയ്തതും ചർച്ച ചെയ്യുന്നതുമായ ഒരു വിഷയമാണ് ജിന്നി വിഭാഗവും പിശാച് വിഭാഗവും. എന്നാൽ ഇത് രണ്ടും സാങ്കല്പികമല്ല. വിശുദ്ധമായ ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും സ്ഥിരപ്പെട്ട രണ്ട് സൃഷ്ടികളാണ് ജിന്നും പിശാചും. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ഖുർആനിൽ കൂടി വളരെ വ്യക്തമായി ഇതിൻ്റെ ഉണ്മയെ സംബന്ധിച്ച് ബോധ്യപ്പെടുത്തി തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സൃഷ്ടികൾ അത് സാങ്കല്പികമാണെന്നോ അതല്ലെങ്കിൽ അങ്ങനെ ഒരു സൃഷ്ടികൾ ഇല്ല എന്നോ ആരെങ്കിലും വിശ്വസിച്ചാൽ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ കുഫറിലേക്കാണ് എത്തിച്ചേരുക. കാരണം വിശുദ്ധമായ ഖുർആനിൽ സ്ഥിരപ്പെട്ട ഒരു കാര്യത്തെ നിഷേധിക്കുക എന്നുള്ളത് ആ ഖുർആനിനെ തന്നെ നിഷേധിക്കലാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ കലാമിനെ നിഷേധിക്കലാണ്. അതുകൊണ്ട് തന്നെ ആ മനുഷ്യൻ കാഫിറാകുന്ന കാര്യത്തിൽ തർക്കമില്ല. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മനുഷ്യനിലേക്കെന്ന പോലെ ജിന്നി വിഭാഗങ്ങളിലേക്കും കൂടി പ്രവാചകനായി നിയോഗിക്കപ്പെട്ട വ്യക്തിത്വമാണ്. അതുകൊണ്ട് തന്നെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് പ്രബോധനം നൽകുകയും വിശുദ്ധമായ ഖുർആൻ അവർക്ക് ഓതി കേൾപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. വിശുദ്ധമായ ഖുർആനിൽ നമുക്ക് കാണാൻ സാധ്യമാകും, ഇത് സർഫനാ ഇലൈക നഫറൻ മിനൽ ജിന്നി യസ്തമിഊനൽ ഖുർആന ഫലമ്മാ ഹദറുഹു ഖാലൂ അൻസിതു ഫലമ്മാ ഖുദിയ വല്ലൗ ഇലാ ഖൗമിഹിം മുൻദിരീൻ. വിശുദ്ധമായ ഖുർആനാണ്. ആ ഖുർആനിൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല ബോധ്യപ്പെടുത്തി തരുന്നത് എന്താണ്? വിശുദ്ധമായ ഖുർആൻ കേൾക്കുന്നതിന് വേണ്ടി ജിന്നി വിഭാഗത്തിൽ നിന്നും ഒരു സംഘത്തെ നാം തിരിച്ചുവിട്ടപ്പോൾ ഫലമ്മാ ഹദറുഹു, അങ്ങനെ ആ ഒരു വിഭാഗം വിശുദ്ധമായ ഖുർആൻ കേൾക്കുന്നതിന് വേണ്ടി സന്നിഹിതമാകുകയും ചെയ്തപ്പോൾ ഖാലൂ അൻസിതു, ആ ജിന്നി വിഭാഗം പരസ്പരം പറയാൻ തുടങ്ങി, നിങ്ങൾ പരസ്പരം നിശബ്ദരായി നിൽക്കുക. ഫലമ്മാ ഖുദിയ വല്ലൗ ഇലാ ഖൗമിഹിം മുൻദിരീൻ, അങ്ങനെ ആ കാര്യം നിർവഹിക്കപ്പെട്ടപ്പോൾ അവരെല്ലാവരും താക്കീതുകാരായ നിലയിൽ പിന്തിരിഞ്ഞു പോകുകയും ചെയ്തു. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുർആൻ ഓതിക്കൊടുക്കുന്നിടത്ത് ആ ജിന്നുകൾ സന്നിഹിതമായി, ആ ജിന്നുകൾ ആ വിശുദ്ധമായ ഖുർആൻ കേട്ട് പഠിച്ചു എന്ന് ഈ വിശുദ്ധമായ ഖുർആനിലൂടെ നമ്മെ ഉണർത്തുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജിന്നുകൾ ഉണ്ട് എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെയും കൂടി പ്രവാചകനാണെന്നും നബിതങ്ങൾ അവർക്ക് ആവശ്യമായ ഉപദേശ നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ട് പ്രബോധനം നൽകിക്കൊണ്ട് അവരെ നന്മയിലേക്ക് നയിച്ചിട്ടുണ്ട് എന്നും ഈ വിശുദ്ധമായ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ സൂറത്തുൽ ജിന്ന്, ആ സൂറത്തുൽ ജിന്നിൻ്റെ ഒന്നാമത്തെ ആയത്ത് മുതൽ 6-ാമത്തെ ആയത്ത് വരെയും ഈ വിഷയം പ്രതിപാദിക്കുന്നതായി നമുക്ക് കാണാം. ആ ജിന്നുകളെ സംബന്ധിച്ചിടത്തോളം വലിയ അധ്വാനങ്ങൾ നടത്താൻ കഴിവുള്ളവരാണ്. മനുഷ്യനേക്കാൾ ശക്തമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ കഴിവുള്ളതായ വ്യക്തിത്വങ്ങളാണ്. മനോഹരമായ കെട്ടിടങ്ങളും അതുപോലെ തന്നെ ജലാശയങ്ങളും ശില്പങ്ങൾ തുടങ്ങി എന്തെല്ലാം വസ്തുക്കളുണ്ടോ അതെല്ലാം ഉണ്ടാക്കാനുള്ളതായ കഴിവ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് കൊടുത്തിട്ടുണ്ട്. ആ കഴിവുള്ളത് കൊണ്ട് തന്നെ അങ്ങനെയുള്ളതായ ജിന്നുകളെ മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ തൊഴിലാളികളായി അല്ലാഹു തആല നിശ്ചയിച്ചു കൊടുക്കുകയും അങ്ങനെ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കീഴ്പ്പെട്ടുകൊണ്ട് അവർ ജോലിയിൽ വ്യാപൃതരാകുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ജലാശയങ്ങൾ നിർമ്മിക്കാൻ കഴിവുള്ളവർ. വിശുദ്ധമായ ഖുർആനിൽ നമുക്ക് കാണാം, വശയാതീന കുല്ല ബന്നാഇൻ വഗവ്വാസ്, മുങ്ങൽ വിദഗ്ധരും നിർമ്മാണ വിദഗ്ധരുമായ ഒരു വിഭാഗം പിശാചുകളെ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കീഴ്പ്പെടുത്തി കൊടുത്തു എന്ന് നമുക്ക് വിശുദ്ധമായ ഖുർആനിൽ കാണാം. അതുകൊണ്ട് തന്നെ ആ ശൈത്താന്മാർ വെള്ളത്തിൽ മുങ്ങിയിട്ട് രത്നങ്ങളും മുത്തുകളുമൊക്കെ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് എത്തിച്ചു കൊടുത്തു. ഇങ്ങനെ പ്രത്യേകമായ സവിശേഷതകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിഭാഗത്തിന് നൽകുകയായി. എങ്കിലും മനുഷ്യനേക്കാൾ ഈ വിഭാഗം ശ്രേഷ്ഠരല്ല എന്നുള്ള വസ്തുത കൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ജിന്നുകളുടെ സത്തയെ സംബന്ധിച്ചും മനുഷ്യൻ്റെ സത്തയെ സംബന്ധിച്ചും നാം വേർതിരിച്ച് മനസ്സിലാക്കുകയും അവരുടേതായ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് നാം മനസ്സിലാക്കുകയും ചെയ്യേണ്ടതാണ്. അതിനുള്ളതായ ഒരു അവസരമാണ് ഈ വീഡിയോ. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ ബാക്കി അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.